കൊല്ലം കൊട്ടിയം മൈലക്കാട് നിർമ്മാണത്തിലിരുന്ന ദേശീയപാത തകർന്നു വീണു എന്നുള്ളൊരു വാർത്ത വരുന്നുണ്ട്. സ്കൂൾ ബസ് അടക്കം 4 വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടു എന്ന അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. സർവീസ് റോഡ് മിടിഞ്ഞു താണു. ഏതാണ്ട് നമ്മൾ ഈ ദേശീയപാത തകർച്ചയുടെ എല്ലാ സ്ഥലങ്ങളും കണ്ട സെയിം കാഴ്ച. ആ പറയുന്ന സൈഡ് വാള്, അതിനോട് ചേർന്ന് നിൽക്കുന്ന റോഡ്, അത് താഴേക്കിരുന്ന് ഭൂമി താന്ന് അത് താഴേക്കിരുന്ന് പോവുക, സർവീസ് റോഡും ഇരുന്ന് പോവുക. എന്നാൽ നമ്മൾ ഇതുവരെ കണ്ട ദേശീയപാത തകർച്ചയുടെ അതേ കാഴ്ച നമ്മൾ കൊല്ലത്തും കാണും. നേരത്തെ നമ്മൾ മലബാർ മേഖല വടക്കോട്ടാണ് ഈ ദൃശ്യങ്ങൾ കൂടുതൽ കണ്ടതെങ്കിൽ ഇതിപ്പോൾ കൊല്ലത്ത് മൈലക്കാടാണ് നിർമ്മാണത്തിൽ ദേശീയപാത തകർന്നു വീണത്. അരുൺ ചേരുന്നു. അരുണ, സ്കൂൾ ബസ് അടക്കം 4 വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടു എന്ന് കേൾക്കുന്നു. ആ വാഹനങ്ങളാണോ അവിടെ കിടക്കുന്നത്? അശ്വി, ഇപ്പോൾ കൊല്ലം കൊട്ടിയം മൈലക്കാടിനാണ് ഈ നിർമ്മാണത്തിൽ നിന്ന് ദേശീയപാത തകർന്നിരിക്കുന്നത്. ഈ ദേശീയപാത അവിടെ വളരെ ഉയരത്തിലാണ് കെട്ടിക്കൊണ്ടിരുന്നത്. അത് പൂർണ്ണമായി ഇടിഞ്ഞ് സർവീസ് റോഡും തകരുന്ന അവസ്ഥയിലേക്കടക്കം കാര്യങ്ങൾ പോവുകയായിരുന്നു. കുട്ടികളടക്കം ഉണ്ടായിരുന്ന സ്കൂൾ ബസ് അടക്കം വരുന്ന സമയത്താണ് ഈ അപകടം നടന്നത്. 2-3 വാഹനങ്ങൾ, ഈ സ്കൂൾ ബസ് കൂടാതെ 3 കാറുകളും ഈ അപകടത്തിൽ പെട്ടിട്ടുണ്ട്. ഈ ഇതിനുള്ളിൽ ഉണ്ടായിരുന്ന യാത്രക്കാരെ ഇപ്പോൾ പൂർണ്ണമായും പുറത്തേക്ക് മാറ്റിയിരിക്കുകയാണ് നാട്ടുകാരടക്കം ചേർന്നുകൊണ്ട്. പക്ഷേ വലിയ അപകടമാണ് ഉണ്ടായിട്ടുള്ളത്. ആ ദേശീയപാത അത്തരത്തിൽ ഇടിച്ചു താന്നോടെ ആ റോഡിന്റെ ഈ 2 സൈഡും അതുപോലെ തന്നെ ഭൂമി താഴേക്ക് അടർന്നു മാറുന്ന അവസ്ഥയിലേക്കടക്കം കാര്യങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട്. സ്ഥലത്തേക്ക് എത്തിച്ചേരുന്നതിന് വലിയ തടസ്സം ഇപ്പോഴുണ്ട്. വലിയ ഗതാഗത കുരുക്ക് ഈ സ്ഥലത്തെല്ലാം അനുഭവപ്പെടുന്നുണ്ട്. കാരണം ഫയർഫോഴ്സിനോ മറ്റുള്ളവർക്കോ അവിടേക്ക് നിലവിൽ ഇപ്പോൾ പൂർണ്ണമായി എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. പോലീസ് അവിടേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളതാണ് നിലവിൽ നമ്മളോട് സംസാരിച്ചപ്പോൾ CA അടക്കം വ്യക്തമാക്കുന്നത്. എന്നാലും നിലവിൽ കാഷ്വാലിറ്റികളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അപകടത്തിന്റെ തോത് ഈ വലിയ രീതിയിൽ ആണ് എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. ദേശീയപാത ഈ തെക്കൻ കേരളത്തിൽ ഇത്ര വലിയ അപകടം സമീപ ദിവസങ്ങളിൽ എങ്ങും തന്നെ ഒരിടത്തും ഉണ്ടായിട്ടില്ല. അത്ര വലിയ അപകടമാണ് മൈലക്കാട് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഒരു 500 മീറ്ററോളം ദൂരത്തിൽ ഇത്തരത്തിൽ ദേശീയപാത പൂർണ്ണമായും ഇരുത്തി താഴേക്ക് മാറിയിരിക്കുകയാണ്. അത് എന്താണ് അപകടത്തിന്റെ കാരണം എന്ന് സംബന്ധിച്ച് ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. ദേശീയപാത നിർമ്മാണം ഇത് പാടത്തിന് നടുവിലൂടെ പോകുന്ന വല്ല വഴിവല്ലമാണ്. കാര്യം ഈ കൂരിയാടക്കം നമ്മൾ കണ്ട അതേ തകർച്ചാ ദൃശ്യങ്ങളാണ്. ഇപ്പൊ എനിക്ക് അതിനേക്കാൾ കുറച്ചുകൂടി തോത് കൂടി അപകടമാണെങ്കിൽ കൂടിയും ഈ സൈഡ് വാൾ അങ്ങനെ ഇരുന്നു പോവുക, ഉണ്ടാകുന്ന വലിയ ഗർത്തങ്ങൾ, വിള്ളലുകൾ, ഏതാണ്ട് അതേ കാഴ്ച തന്നെ കൂരിയാട കണ്ട ഓൾമോസ്റ്റ് സെയിം കാഴ്ചയാണ് അരുൺരാജ് ഇവിടെ കാണാൻ പറ്റുന്നത്. തീർച്ചയായും കുരിയടൊക്കെ വയൽ പ്രദേശമാണ്, അല്ലെങ്കിൽ ഒരു ചതുപ്പ് പ്രദേശമാണ്. പക്ഷേ ഇവിടെ അത്തരത്തിലുള്ള പ്രദേശമല്ല. ഇത് റോഡ് ഉയരത്തിൽ കെട്ടുന്നതിന്റെ ഭാഗമായി അവിടെ മണ്ണിട്ട് പൊക്കിയതാണ്. ആ ഭാഗമാണ് ഇപ്പോൾ പൂർണ്ണമായി ഇടിഞ്ഞ് താഴേക്ക് മാറിയിരിക്കുന്നത്. ആ ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ്. കാരണം നമുക്ക് മറ്റ് സ്ഥലങ്ങളിൽ ഈ ദേശീയപാത തകരുന്ന കാഴ്ചകൾ കണ്ടതാണ്. 2 ദിവസം മുമ്പ് ഈ സമീപത്ത് തന്നെയാണ് ഈ കെട്ടി ഉയർത്തുന്ന ഈ സൈഡ് വാൾ കെട്ടാനായി, ദേശീയപാതയുടെ സൈഡ് വാൾ കെട്ടാനായി കൊണ്ടുവന്ന ആ ഭാഗം പൂർണ്ണമായി ഇടിഞ്ഞ് റോഡിലേക്ക് വീഴുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ഇതിന് പിന്നാലെയാണ് ഈ കെട്ടി ഉയർത്തിയ അതേ ഭാഗം പൂർണ്ണമായും ഭൂമിക്കടിയിലേക്ക് ഇടിഞ്ഞു താഴുന്ന അവസ്ഥ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ശാസ്ത്രീയ പഠനമടക്കം നടത്തിയ ശേഷമാണ് ഇത്തരത്തിൽ നിർമ്മാണം നടത്തിയതെന്നാണ് ഈ കമ്പനി അടക്കം അവകാശപ്പെടുന്നത്. പക്ഷേ അപ്പോഴും ഇത്തരത്തിൽ അപകടം എങ്ങനെ ഉണ്ടായി എന്നത് സംബന്ധിച്ചാണ് ഇപ്പോഴും ആശങ്ക നിലനിൽക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. അത് വലിയ തോതിൽ വലിയ രീതിയിൽ അപകടം ഉണ്ടായിട്ടുണ്ട്. സർവീസ് റോഡാണ് അത് ഇടിഞ്ഞു താന്നിരിക്കുന്നത് സമീപത്ത്. ആ സമയം ആ വാഹനം അതുവഴി കടന്നു പോകുന്നുണ്ടായിരുന്നു. വാഹനങ്ങൾ കടന്നു പോകുന്ന സമയത്താണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായിട്ടുള്ളത്. സ്കൂൾ ബസ് ആയിരുന്നു സ്കൂൾ ബസ് അവിടെ കിടപ്പുണ്ട്. അതിൽ കുട്ടികളുണ്ടായിരുന്നോ, കാറിൽ ആൾക്കാരുണ്ടായിരുന്നോ? അതിന്റെ എന്തെങ്കിലും വിവരങ്ങൾ ഉണ്ടോ അരുൺ? അശ്വി, സ്കൂൾ ബസ്സിലും കാറിലും അടക്കം നിരവധി ആൾക്കാരുണ്ടായിരുന്നു. സ്കൂൾ ബസ്സിൽ കുട്ടികളുമായി പോകുന്ന വാഹനമായിരുന്നു. മറ്റേത് കാറിൽ യാത്രക്കാരുണ്ടായിരുന്നു. പക്ഷേ ഈ അപകടം നടക്കുമ്പോൾ ഈ റോഡ് പൂർണ്ണമായി ഇടിഞ്ഞതോടെ അവർ വാഹനം നിർത്തുകയാണ് പെട്ടെന്ന് ചെയ്തത്. ഏതായാലും അപകടത്തിൽ മറ്റ് പരിക്കുകൾ ആർക്കും ഇല്ല എന്നുള്ളതാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം. കാരണം അവിടേക്ക് ഇപ്പോഴും ഈ പോലീസിനടക്കം അവിടേക്ക് എത്തിച്ചേരാൻ പൂർണ്ണമായി ഇപ്പോൾ കഴിഞ്ഞിട്ടില്ല. നാട്ടുകാർ മാത്രമാണ് രക്ഷാപ്രവർത്തനം ഇപ്പോൾ നടത്തുന്നത്. അതുകൊണ്ട് അവിടേക്ക് എത്തിച്ചേരാൻ ഇപ്പോൾ കഴിഞ്ഞിട്ടില്ല. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ആ സ്കൂൾ ബസ്സിൽ നിന്നടക്കം ആ വിദ്യാർത്ഥികളെ പൂർണ്ണമായി ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. യാത്രക്കാരെ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.